CPM പാലക്കാട് ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. ഇന്നലെ എലപ്പുള്ളിയിൽ മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിലെ ആശങ്ക ഉൾപ്പെടെ ചർച്ചയായിരുന്നു. ഇന്ന് പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കും. കൂടാതെ വൈകിട്ട് പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, കഴിഞ്ഞ ദിവസം ഈ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഇതാണ്: ഇതുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, ഇതിൽ യാതൊരു വിധത്തിലും പിന്നോട്ടില്ല എന്നൊരു കാര്യം കൂടി MP ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായൊരു വിശദീകരണം അതിന് നൽകാൻ MP ഗോവിന്ദന് കഴിഞ്ഞിട്ടുണ്ടോ എന്നതുകൂടി ഇവിടെ ചോദ്യമായി വരുന്നുണ്ടല്ലോ. മാത്രവുമല്ല, പല രീതിയിലുള്ള പൊട്ടിത്തെറികൾ കൂടി സാക്ഷ്യം വഹിച്ച ഒരു ജില്ലാ സമ്മേളനമായിരുന്നല്ലോ ഇത്. തീർച്ചയായിട്ടും ദേവിക, CPM-ന്റെ പാലക്കാട് ജില്ലാ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ NN കൃഷ്ണദാസിനെതിരെയും PK ശശിക്കെതിരെയും ഒക്കെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നതായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഈ ശശിക്കെതിരെയുള്ള നടപടി വൈകി എന്നുള്ള ആക്ഷേപം ഉണ്ടായി. കൂടാതെ ഈ NN കൃഷ്ണദാസ് മാധ്യമങ്ങളെ അധിക്ഷേപിച്ചതും അതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചതും ഒക്കെ തിരിച്ചടിയായി എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ഈ പാർട്ടി സമ്മേളനത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് സർക്കാർ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ വിഷയമാണ്. അതിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJP-യുടെ നേതൃത്വത്തിൽ പാലക്കാട് കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് പാലക്കാട് ഈ CPM-ന്റെ ജില്ലാ സമ്മേളനത്തിലും ഈ വിഷയം ചർച്ചയായി എന്നുള്ളതാണ്. സമ്മേളനത്തിന് ആദ്യ ദിവസം എത്തിയപ്പോൾ തന്നെ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദനോട് നമ്മൾ ഇത് സംബന്ധിച്ച് വിശദീകരണം തേടിയപ്പോൾ തീർത്തും വിചിത്രമായിട്ടുള്ള ഒരു മറുപടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല, അവിടെ ഒരു 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിക്കുമെന്നും അതിൽ നിന്നാണ് മദ്യം നിർമ്മിക്കാൻ വെള്ളം കണ്ടെത്തുക എന്നൊക്കെ ആയിരുന്നു അദ്ദേഹം ഒരു ന്യായീകരണമായിട്ട് അന്ന് പറഞ്ഞിരുന്നത്. ഏതായാലും ഈ സമ്മേളനത്തിൽ പ്രതിനിധികളും ഈ എലപ്പുള്ളി പ്രദേശത്തും മറ്റു നിന്നുള്ള പ്രതിനിധികളാണ് ഈ മദ്യനിർമ്മാണ കമ്പനി വരുന്നതിലെ ആശങ്ക അറിയിച്ചത്. അത് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്നും അതുകൂടാതെ തന്നെ ഈ വിഷയത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് പാർട്ടിക്ക് തിരിച്ചടിയാവുമെന്നൊക്കെ ഈ പ്രതിനിധികൾ കൃത്യമായിട്ട് തന്നെ സമ്മേളനത്തിൽ പറഞ്ഞു വെക്കുകയായിരുന്നു ഇന്നലെ ചെയ്തത്. പക്ഷേ അതിന് ഈ മറുപടി നൽകുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടറി വീണ്ടും അതേ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് മദ്യ കമ്പനി വരും എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി ചെയ്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ CPM ഏതായാലും ഈ മദ്യ കമ്പനി അനുമതി നൽകിയ ആ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാരും അതിൽ നിന്ന് പിന്നോട്ട് പോവില്ല, അതുമായി ഉറച്ചു തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ CPM-ഉം കോൺഗ്രസും BJP-യും കോൺഗ്രസും ഉന്നയിക്കുന്ന ആരോപണം എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഈ ഒയാസിസ് പോലുള്ള കമ്പനികളിൽ നിന്ന് ഈ CPM ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ കമ്പനി ഏതു തരത്തിലെങ്കിലും ഒരു ദിവസമെങ്കിലും പാലക്കാട് പ്രവർത്തിപ്പിക്കണമെന്നുള്ള നിലപാടുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് BJP-യും കോൺഗ്രസും ഉന്നയിക്കുന്ന ആരോപണം എന്നുള്ളതുകൊണ്ട്. ഏതായാലും CPM-ന്റെ എലപ്പുള്ളി ഭാഗത്തെ പ്രാദേശിക നേതൃത്വത്തിന് ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ളത് ഇന്നലത്തെ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാണ്. കാരണം ആ മദ്യക്കമ്പനി വരികയാണെങ്കിൽ അത് CPM-ന്റെ ആ പ്രദേശത്തെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് പാർട്ടി ഏറെക്കുറെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ പ്രദേശത്ത്. പക്ഷെ സംസ്ഥാന ഘടകവും ജില്ലാ ഘടകവും ഒന്നും അത് തിരിച്ചറിയുന്നില്ല. അവർ ആ മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയ നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും സമ്മേളനത്തിന്റെ 3-ാം ദിവസവും അവസാന ദിവസവുമാണ് ഇന്ന് ഭാരവാഹി തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കും. നിലവിലെ ജില്ലാ സെക്രട്ടറി തന്നെ തുടരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. മാത്രമല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാവും, ആരെങ്കിലും മാറ്റി നിർത്തുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് NN കൃഷ്ണദാസിന്റെയൊക്കെ ചുമതലകൾ എന്തായിരിക്കും, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ വ്യക്തതകൾ ഇന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. ഏതായാലും വൈകിട്ടാണ് ഇതിന്റെ സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം നടക്കുന്നത്. മുഖ്യമന്ത്രി ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുമെന്നുള്ളതാണ് അറിയുന്ന വിവരം. പക്ഷേ മുഖ്യമന്ത്രിയുടെ നിയമസഭ ഉൾപ്പെടെ നടക്കുന്നതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വരവിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് CPM വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഓക്കെ, ശരി അരുൺ.